അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ നീച്ചിട്ടൊക്കെ ഉണ്ട്. നേരത്തെ നീച്ച് ഫോണിൽ ഞാൻ മൗലൂദൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ നീച്ച വശത്ത് അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കില്ല. അങ്ങനെ ചപ്പാത്തി കുഴക്കലും പരത്തലും ചൂടലും ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യം ചുട്ട ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് പൊള്ളച്ചു കൂട്ടാ. അപ്പോൾ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് ഫോൺ അങ്ങോട്ട് എടുത്ത് വീഡിയോ പിടിക്കുമ്പോൾ പിന്നെ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പൊള്ളിക്കണില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ചപ്പാത്തി ഒന്നും അങ്ങോട്ട് പൊള്ളിക്കണില്ലോന്ന്. ഫസ്റ്റത്തൊക്കെ നല്ലോണം പൊള്ളിച്ചു കൂട്ടാ. അപ്പോൾ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നീക്കുന്നുണ്ട്. ഉണ്ണിമോളെ ഞാൻ പോയി വിളിച്ചതാട്ടോ, അവൾ നീക്കണേ ഇല്ല. അപ്പോൾ ചപ്പരക്കാളിയായിട്ട് തന്നെ നീച്ച് വന്നേക്കണം. ഇന്നലെ മുടി കെട്ടിയത് അവളാണ്. അപ്പോൾ എനിക്ക് നേരം കിട്ടിയില്ല. ഞാൻ എഡിറ്റിങ്ങിനും വോയിസ് കൊടുക്കാനൊക്കെ നിന്നായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു ഈ എന്നെ മുടി ഒതുക്കിയിട്ടൊന്ന് പിന്നീട് പറഞ്ഞു. അവൾ പിന്നിട്ട് കഴിഞ്ഞാൽ നേരം വെളിച്ചാകുമ്പോൾ നീച്ച് വരിക ഈ കോലത്തിലാട്ടാ. അങ്ങനെ കുഞ്ഞോളെ മുടി അങ്ങനെ ഞാൻ കെട്ടി കൊടുത്തത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് വശത്തിലെ മുടിയില്ലേ അത് എപ്പോഴും മുഖത്തേക്ക് അങ്ങോട്ട് വീണിട്ടാട്ടാ. അപ്പോൾ ചപ്പാത്തി ഞാൻ ഇങ്ങനെ ചുടുന്നത് ഓരോ പൊട്ടൊക്കെ ആയിട്ട് സുഡൂന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സുഡൂനായിട്ട് ഭയങ്കര കളിയാണ് കുഞ്ഞോള്. അങ്ങനെ ഇവർ പല്ലേച്ച് മുറുകലും കുളിക്കലും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ഏട്ടത്തി അനിയത്തിയും കൂടി ഒരുമിച്ചാട്ടോ കുളിമുറിയിൽ കയറി കുളിച്ചേക്കണത്. അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾക്കും ഞാൻ ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുട്ട ഇഷ്ടമല്ല കേട്ടോ. താറാമുട്ടയാണ് നമുക്ക് ഇന്ന് മുട്ടക്കറി. അപ്പോൾ അതവർക്ക് ഇഷ്ടമല്ല. ഫൈസി ഇതങ്ങനെ നീക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കുക ഫൈസിയെ നീക്കടാന്നൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനെ നീക്കണോ വേണ്ടേ വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവാൻ. അപ്പോൾ അവൻ്റെ ഡ്രസ്സാണ് കേട്ടോ, മുണ്ടും ഷർട്ടാണ്. അപ്പോൾ അവളെ മുടി കെട്ടലും ഒരുക്കങ്ങളും മേക്കപ്പ് മുടിയൊക്കെ ഞാൻ മോഡലിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഖത്ത് കണ്ണി കണ്ടതൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഐഷാഡ് ഉണ്ട്. പിന്നെ എന്തിട്ടൊക്കെ സംഭവങ്ങൾ എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. എനിക്കത് സംഭവം ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് അതൊന്നും തേക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവരെന്തൊക്കെ കാണിക്കുന്നത് കാണാം. എന്താ ബ്ലഷ് ഇടുക എന്തൊക്കെ ഇടുക എന്നൊക്കെ പറയുന്നേക്കാട്ടോ. അങ്ങനെ ഉണ്ണിമോള് പോയി, സ്കൂളിലേക്ക് പോയി. അങ്ങനെ പൈസ ഇതാ ചായ കുടിക്കുന്നുണ്ട്. ഇക്കാടെ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. കുഞ്ഞോളനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് താത്ത തന്നെയാണ് കേട്ടോ മുഖത്തത്തെ എല്ലാ സംഭവങ്ങളും ചെയ്ത് കൊടുത്തത്. മുടി കെട്ടി കൊടുത്തത് ഞാനാണ് കേട്ടോ. അങ്ങനെ ഇവരൊക്കെ ഒരുങ്ങി പൈസ മുണ്ടൊക്കെ ശരിക്കും ഉടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്യാപ്പാരെന്തിയപ്പോൾ ബെൽറ്റ് ഇടുമ്പോൾ അങ്ങനെ ഞാൻ വല്യാപ്പ ബെൽറ്റ് ഇടുകയാണ് അങ്ങനെയൊക്കെ ഓരോന്നും പറയണം. അവന് മുണ്ട് കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ മുണ്ടൊക്കെ ഉടുത്ത് ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിക്കണം. അപ്പോൾ അവൻ പറയുക അമ്മച്ചിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടമായി മുണ്ട് കൊടുക്കാൻ. എനിക്ക് ഇനി മുണ്ട് എപ്പോഴും എടുക്കണം, മദ്രസയിൽ പോകുമ്പോഴും ഇനി ഓരോ വിശേഷങ്ങൾക്കൊക്കെ ഞാൻ മുണ്ട് എടുക്കും എന്നൊക്കെ പറയാട്ടെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണു. ആദ്യം തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും ഇതാ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കലും കഴിഞ്ഞു. വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടലൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ അത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവർക്ക് ഇനി പഠിക്കൊന്നും വേണ്ടല്ലോ, അത് കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. ബാഗിൽ തീരെ കനമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഗ്ലാസും പായസമൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ അതിന് വേണ്ടി ഗ്ലാസ്സൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഉച്ച വരെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഞാൻ ഇപ്പോഴാണ് അരി ഇടുന്നത്. സമയം 10:30 ആയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് നമ്മൾ വെക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എനിക്കിഷ്ടമായിട്ടാണ് കൂട്ടാൻ. അല്ല, മീൻ കൂട്ടാൻ്റെ പ്രശ്നമാണ്, ഞാൻ വഴിയെ പറയാം കേട്ടോ. ചോറൊക്കെ അടിപൊളി ചോറാണ്. നമുക്ക് ഇറച്ചി കൂട്ടാനും മോര് കൂട്ടാനും പിന്നെ മീൻ കൂട്ടാനും കൂട്ടിയിട്ടൊക്കെ ചോറ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ചോറ് തന്നെയാണ്. പക്ഷേ എന്താ വേവ് കുറച്ച് ഊറ്റിയാൽ മതിയിട്ടാ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ടേസ്റ്റ് ഉണ്ടാവില്ല. വേവ് കുറച്ചൊന്ന് പെട്ടെന്ന് വേഗം വേവണ അരിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കുക. അപ്പോൾ ഈ കാണിക്കണത് നമ്മുടെ കൊണ്ടാട്ടമുളക് വെയിലത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ജമീലാത്ത പറഞ്ഞു തന്നു. അതാരാന്ന് എനിക്ക് മനസ്സിലായി. ഇക്കാടെ കൂട്ടുകാരൻ്റെ ഉമ്മയാണ് കേട്ടോ, സിറാജിക്കാടെ ഉമ്മയാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞ മാതിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ അറിയുള്ളൂ. ഉമ്മ പറഞ്ഞു തന്നു. ഉമ്മ കണ്ടിരിക്കണത് എൻ്റെ ഉപ്പാട് ഉമ്മ ചെയ്യണത് കണ്ടിട്ടുണ്ട് ഇത്ര. അപ്പോൾ അങ്ങനെ ഉമ്മക്ക് ഓർമ്മ വന്നപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാട്ടാ. അപ്പോൾ അങ്ങനെ ജമീലാത്തിയും പറഞ്ഞു തന്നു.
അങ്ങനെ ഇനി ആ മോരങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചെങ്കിൽ മോര് കൂട്ടാനും എന്ത് കൂട്ടാനിലേക്കും നമുക്ക് ഇത് ഇന്ന് എന്താ പറയുക എണ്ണയിലൊക്കെ ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയും അച്ചാറൊക്കെ മതി ചോറ്. പിന്നെ ഈ മിളക് വറുത്തതൊക്കെ മതിയില്ലേ, വയറിറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചൂടായപ്പോൾ അരിയൊക്കെ കഴുകി എന്താ വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് തിളച്ചിട്ട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഊറ്റാം, നന്നായിട്ട് വേവാൻ നിൽക്കണ്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പുറം പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ തോരടാണ്ടായിരുന്നു, ഒക്കെ തോരട്ടിട്ട് ഇപ്പോൾ മീൻ നന്നാക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. വല്ലാത്തൊരു മീനായിൻ്റെ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ചെതമ്പിൽ പോണില്ല, നന്നായിട്ട് അങ്ങോട്ട് അളിഞ്ഞേക്കണു മീൻ. ചീഞ്ഞളിഞ്ഞ ചാള കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഷെബിത്താത്ത അവിടെ ഇങ്ങനെ പുല്ല് പറിച്ചിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ മീൻ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്തിട്ട്. അപ്പോൾ ഞാൻ ചാള തന്നെയാണ് ഇന്നലെ മേടിച്ച ചാള. ഇന്നലെ നമ്മൾ കുറച്ചെല്ലാം എടുത്തുള്ളൂ. അത് കാരണം കൂട്ടാൻ വെച്ചത് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ മീൻകാരൻ്റെ കയ്യിൽ എത്ര ദിവസം കിട്ടിയതാണെന്ന് അറിയില്ല. ആകെ ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാൻ. ഒരു മെനയില്ല കേട്ടോ കൂട്ടാൻ. അത് കാരണം എനിക്ക് ഇക്കാക്കും ദേഷ്യമായി. എന്തൊട്ട് ഈ അടുത്തൊന്നും ഇങ്ങനെ കൂട്ടാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ. എനിക്ക് അതേട്ടയ്ക്ക് ഇഷ്ടമായില്ല, കുട്ടികൾക്കും ഇഷ്ടമായില്ല. പിന്നെ ആ ചോറിലേക്ക് കൂട്ടാൻ ഒരു എയിമായില്ല. നല്ലൊരു കൂട്ടാനാവേണ്ടതായിരുന്നു, പക്ഷെ മീൻ അങ്ങോട്ട് പോരാ. ഇനിയൊക്കെ കുഞ്ഞിച്ചാളയുടെ പൂതി മതിയായിട്ടാ. ഇനി നമുക്ക് വേറെ വല്ല മീനും മേടിക്കാം. ഇനി മീനൊക്കെ ഒന്ന് വലുതാവട്ടെ. ഇത് കുഞ്ഞിതാണേ. ഏറ്റവും കൂടി വലുതാച്ചെങ്കിൽ പിന്നെ ഒരു എയിമായിരുന്നു. ഇത് കുഞ്ഞ് ചാള നന്നാക്കാനോ ഭയങ്കര പാടും. ഇരുന്ന് തണ്ടിൽ കടഞ്ഞിട്ടെൻ്റെ. അങ്ങനെ എന്തായി ഒരു വിധമൊക്കെ നന്നാക്കിയിട്ട് അവിടെ നീച്ചു. അപ്പോൾ ചോറ് ഊറ്റിയിട്ടാണ്. ചോറ് നന്നായിട്ട് വെന്തുമില്ല, നല്ല എളുക്കം അങ്ങോട്ട് ഊറ്റാൻ പറ്റി. അപ്പോൾ നമ്മുടെ കുടുക്കയിലാണ് വെക്കണത്. പക്ഷേ കുടുക്കയിൽ വെച്ചിട്ട് കുടുക്ക മാറ്റേണ്ടി വന്നു. പിന്നെ ആ ചട്ടിയിൽ ആക്കിയിട്ടാണ്. പിന്നെ ആ മോര് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ ചട്ടി കഴുകിയിട്ട് അങ്ങോട്ട് എടുത്തു. എന്താ വെച്ചെങ്കിൽ ഇത് തിളച്ച് പൊന്തി ഇങ്ങോട്ട് മറിഞ്ഞ് ഗ്യാസും കൂടെ ഒക്കെ പോവുക. വല്ലാത്തൊരു ഇരട്ടിപ്പണി തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് പണി എൻ്റെ കയ്യിൽ നിന്ന് വേറിടാത്തൊരു ദിവസം തന്നെയായിരുന്നു. ആരെ കണി കണ്ടിട്ടാണ് അവ നീച്ചത്. ഇനി ഞാനെന്നെ എൻ്റെ കണ്ണാടി നോക്കിയാണോ? ഞാൻ എൻ്റെ കണ്ണാടിയിലൊക്കെ ഒന്നും നോക്കിയില്ല കേട്ടോ. എന്നെ നീച്ചടുക്കളേക്ക് നേരെ പോവുക ചെയ്തത്. എന്താണെന്നറിയില്ല, പണി അങ്ങോട്ട് കയ്യിൽ നിന്ന് പോണേയില്ല. എങ്ങനെ നോക്കിയാലും ഇരട്ടിപ്പണി മാറി ഇങ്ങനെ വരിക. ഇത് മാറ്റി ഈ ചട്ടിയിലിട്ടിട്ട് വേറെ ചട്ടിക്കാക്കി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വെപ്രാളം. പിന്നെ പിന്നെ ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ പറയും വേണ്ട. പിന്നെ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. എന്താ വെച്ചെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ചോറിനിട്ട് വേണം പള്ളിക്ക് പോകാൻ. ആകെ പൊരിച്ചിലായിരുന്നു കേട്ടേക്ക്. അങ്ങനെ ഒരു വിധം ചട്ടിക്കങ്ങോട്ട് മാറ്റിയിട്ട് ഇതിങ്ങോട്ട് തിളച്ച് പൊന്തി ഇങ്ങനെ വരികയാണേ. കൂട്ടാൻ അങ്ങോട്ട് വേഗം ആവണമില്ല. തീ കുറച്ചിട്ട് ഇരിക്കുമ്പോൾ എപ്പോൾ ആവാനാ. അപ്പോൾ ഇക്ക ഓരോ 2 ഉരുളൊക്കെ വെച്ചപ്പോൾ വലിയ എയിമായില്ല. എന്നിട്ട് കുറച്ച് ചോറൊക്കെ ബാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വെറ്റ് പോലും കളയാണ്ട് തിന്നണ ആളാണ്. കൂട്ടാൻ അങ്ങോട്ട് പോരെ ശൗലത്തേ പറഞ്ഞിട്ട് അടുപ്പം തറ മുകളിൽ കൊണ്ടുവച്ചു പാത്രം. അങ്ങനെ പള്ളിക്ക് പോയി വന്ന് കുട്ടികളെന്നെ വിളിച്ച് കൊടന്ന്. കുട്ടികൾ ഇതാ വരുമ്പോൾ നല്ല കോലത്തിലാണ് വന്നിക്കിടുക. എല്ലാറ്റിക്കും ക്ഷീണമായി. പൈസ ഇതാ വെള്ളം കുടിക്കട്ടെ. ഇതിൻ്റെ കോലം നോക്കി ഇങ്ങനെയൊക്കെ മുടി കെട്ടി കൊടുത്ത് പോയതാ. ചപ്പറക്കാളിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക, അത് എന്താടി മുടി കാട്ടിച്ചിക്കണ്, ഈ എന്താ അവിടെ പോയി കാട്ടണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കപ്പെണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇത്തിരി എണ്ണയൊക്കെ പരട്ടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പച്ചിയുടെ ഫോണും കാണുന്നുണ്ട്. ഫോണ് കണ്ടാൽ പിന്നെ ഒരു ലോകവും ഇല്ല കുട്ടികൾക്ക്. ഇവർക്ക് ഫോണാണ് വേണ്ടോട്ടെ. ഇനിയിപ്പോൾ സ്കൂള് ഇനി 10 ദിവസം ഇല്ല. എനിക്ക് തൊള്ളട്ടിട്ട് തോറ്റു. ഒന്ന് കളിക്കാൻ പോയിട്ട് മരുവ് വാങ്ങിക്കൊടുക്കാറായി. ഇവരേനെ ഇങ്ങോട്ട് കാണാനില്ല. നിസ്കരിക്കണം, മൗലൂദ് കഴിക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവരെയും കൊണ്ടൊക്കെ ഞാൻ ചെയ്യിക്കൂട്ടോ ഓരോന്നൊക്കെ. ഇവരേനെ ഇങ്ങോട്ട് കാണാനില്ല. എൻ്റെ രണ്ട് കിട്ടൊക്കെ ചെയ്തു. ചെറുതായിട്ട് പറഞ്ഞിങ്ങനെ എൻ്റെ വായിട്ടടിച്ച്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആവൂലേ? മക്കളുടെ അടുത്ത് ഇങ്ങനെ സ്കൂൾ തുറക്കണ വരെ ഇങ്ങനെ തല്ലൂടിയിട്ടും തല്ലൂട്ടാച്ചെങ്കിൽ 3 ആളും കൂടി അടിപൊളിയാട്ടാ. തോണ്ടി അടി ഉണ്ടാക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് ചൂരിലും ഇങ്ങോട്ട് എടുക്കണം. അങ്ങനെ കാര്യങ്ങൾ. എന്നാലും തല്ലിയാലേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു വിഷമാട്ടാ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ഇരിക്കും. കെട്ടിപ്പിടിക്കലും ഉമ്മയ്ക്കലൊക്കെയാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ കേട്ടാ, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ണിമോൾ കടയ്ക്ക് പോയി വെളിച്ചെണ്ണ മേടിച്ചു. നല്ല മണമുള്ളൊരു മുല്ലപ്പൂവിൻ്റെ മണമുള്ളൊരു വെളിച്ചെണ്ണ ഉണ്ട് ഒരു തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അത് മേടിച്ചു. പിന്നെ ഇന്നലെ നമ്മൾ ബാക്കി പൈസ അവിടെ കൊടുക്കാണ്ടായിരുന്നല്ലോ. 500 ഉറുപ്യ കൊടുത്തേച്ചിട്ട് ഉണ്ണിമോൾ പിന്നെ മാത്സിൽ പുലിയായ കാരണം കണക്ക് പറഞ്ഞ് പൈസ മേടിക്കട്ടോള്.
അങ്ങനെ അവളതിൽ എത്ര പൈസ വേണമെങ്കിലും കൊടുത്താൽ അവൾ കണക്ക് പറഞ്ഞ് കാശ് ഇങ്ങോട്ട് കറക്റ്റ് കാശ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ട് പൈസ ഒക്കെ കൊടുത്ത് കറക്റ്റ് പൈസ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവനെ കൊണ്ടുപോയി ജുബ്ബ മേടിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ വന്നേക്കണു. ഷൂ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ജുബ്ബയുടെ ഫാൻറ്റ് ഇക്ക് പാകാട്ടോ. അപ്പോൾ ഇക്ക പറയാടി ഈ ഫാൻറ്റ് അണക്ക് പാകാവും പറഞ്ഞിട്ടുണ്ട് ഇക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കൊന്നും വേണ്ട ഉണ്ണി മുളക്ക് കൊടുത്തോ പറഞ്ഞു. അവന് വെള്ള ജുബ്ബയും കറുപ്പ് ഫാൻറ്റാണ് ദഫ് കളിക്കാൻ വേണ്ടത്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ചോളം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷൂ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിടക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അവൻ്റെ ഒരു ഇൻഷാല്ലാ ദഫ് കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. പാട്ട് കൊടുക്കാൻ പറ്റില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും. അപ്പോൾ ഇക്കാക്ക് ഒരു ചെരുപ്പ് മേടിച്ചേക്കണു. ഞാൻ ഇക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഇക്കും ഒരു ടോപ്പ് വില കുറവിൻ്റെ ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് മേടിക്ക് നബിദിനത്തിന് നമുക്ക് ഇടാനാന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ കാര്യത്തിൽ 2 ദിവസം മുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടാ. അപ്പോൾ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ടുണ്ട് മേടിക്കാണ്ട് വന്നിക്കുക. അപ്പോൾ വന്നിട്ട് പറയണേ ഞാൻ അനക്ക് എന്തോരം ടോപ്പുകളാ, എന്നിട്ട് എനിക്ക് ടോപ്പ് വേണം, എനിക്ക് ചെരുപ്പല്ല പറഞ്ഞിട്ട് ചെരുപ്പ് പിടിച്ച് വന്നിക്കുക. എന്തായാലും വേണ്ടില്ല, കാക്ക് ചെരുപ്പില്ല കേട്ടോ. പാവം തോന്നി. ചെരുപ്പ് മേടിച്ചോട്ടെ. ഉള്ള ചെരുപ്പ് പട്ടി കടിച്ചിട്ട് ആകെ നാശാക്കിയിട്ടൊക്കെയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി കാശുള്ളപ്പോൾ മേടിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷ പോയിട്ട് ടോപ്പ് കിട്ടില്ല എന്നായി. അപ്പോൾ അവൻ എന്താ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ദഫിന് പോകണം, 4 മണിയാകുമ്പോൾ ദഫുണ്ട്. അപ്പോൾ അവൻ ചായയൊക്കെ കുടിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിച്ച് തീർക്കൂട്ടാ. ഉണ്ണിമോള് പിന്നെ കട്ടൻ ചായ ഒന്ന് കുടിച്ചു. പപ്പടവട മേടിച്ചിട്ടുണ്ടായിരുന്നു ചായക്ക് കടി. അപ്പോൾ പപ്പടവടയാണ് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് തിന്നുന്നുണ്ട്. പിന്നെ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, വല്ലാത്തൊരു ചോളം തന്നെ ആയിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള ചോളമില്ലേ, വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിൽക്കുക, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ ഇക്ക കഴിച്ചില്ല, ഞാനൊന്ന് ലേശം കഴിച്ച് നോക്കി, ഇക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വായിൽ കുത്തി തിരികെ കൊടുത്തിട്ട് ഒക്കെ ഒന്ന് കഴിച്ച് നോക്ക് പറഞ്ഞിട്ട്. ഇക്കറിയാം ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ചോളകാന്ന്, ഞാനിപ്പോൾ ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതന്നെ മേടിച്ച് കൊടുന്നിക്കുക. മറ്റേ ചോള വെച്ചെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അങ്ങനെ കൊണ്ട് കളയുകയൊക്കെ ചെയ്തു. പിന്നെ ഫൈസി 2 ഇരിക്കുന്നുണ്ട്. അവന് നല്ല ഇഷ്ടമായി, അവൻ തിന്നുട്ടോ 2. അങ്ങനെ എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ ബാക്കി അവിടെ ഇരുന്നതൊക്കെ ഇവരൊക്കെ എന്നെ തിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഇതാ കളിക്കാൻ പോകുന്നുണ്ട്, സൈക്കിൾ ഓട്ടി കളിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ കളിക്കാൻ പോയി. ഞാൻ ആ മിളക് എടുത്ത് കൊണ്ടുവന്നിട്ട് ആ മോരിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും എൻ്റെ പണികളും വല്ലാത്തൊരു പണി തന്നെയായിരുന്നു മക്കളെ എന്ന്. അങ്ങനെ ആ മോരിലേക്ക് ഞാൻ അവർ പറഞ്ഞ എൻ്റെ ഉമ്മയും ജമീലാത്തൊക്കെ പറഞ്ഞ മാതിരി അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. ആരെങ്കിലും ഒരാൾക്ക് കമൻറ്റ് ഞാൻ എന്താ അങ്ങനെ ആരും ഒന്നും പറയാത്ത, എനിക്ക് എൻ്റെ വീഡിയോ ആരും ഫുള്ളായി കാണുന്നില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജമീലാത്ത അയച്ചത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയതായിട്ട് കാണാനൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അവളെ പല്ലിളകണുണ്ട്, അതാ ഞാൻ ഇളക്കി നോക്കുകയാണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.